എല്ലായിടങ്ങളിലും കേട്ടോ, എല്ലായിടങ്ങളിലും ഭോജ്പൂരില്, മഗധയില്, സീമാഞ്ചലില് എല്ലാം NDAയുടെ തേരോട്ടമാണ് പ്രേക്ഷകർ കാണുന്നത്. അതും BJPയുടെ തേരോട്ടം എന്ന് തന്നെ പറയണം. JDU ഒപ്പം തന്നെയുണ്ട്. 54-40. അതായത് യാദവ വോട്ട് ബാങ്ക് ഉള്ളിടത്തും BJP സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ലീഡ് 8 ഇടത്തേക്ക് എന്ന് കേൾക്കുന്നു. 8 ഇടത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കോൺഗ്രസ് അല്പം കൂടി നില മെച്ചപ്പെടുത്തുന്നുണ്ടല്ലേ? പക്ഷെ അപ്പോഴും മൊത്തം മഹാഗഠബന്ധനെ ചലിപ്പിക്കാനുള്ള ഊർജ്ജം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടി. ഇടത് പാർട്ടികൾ 6 ഇടത്ത് ലീഡ് ചെയ്യുന്നു. 6 ഇടങ്ങളിൽ ഇടതു പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അവിടെ CPI-ML ആണ്. CPI-ML ആണ്. ഇവിടെ NDAക്ക് സംഭവിച്ചിട്ടുള്ള ഒരു തകർച്ച കൂടി നമ്മൾ നോക്കണം. കാരണം ഇവിടെ നമ്മുടെ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് 29 സീറ്റിൽ മത്സരിച്ചിട്ട് 0-ആണ്. അപ്പോൾ കോൺഗ്രസും LJPയുമാണ് ഇവിടുത്തെ മോശം പെർഫോമേഴ്സ്. അതായത് ആ തർക്കത്തിൽ ചിരാഗ് പാസ്വാൻ തോറ്റു. പാസ്വാന് വലിയ മോഹങ്ങളായിരുന്നു. ചോദിക്കുന്നുണ്ട്, അല്ല സോറി, പിന്നെ RJD ചോദിക്കുന്നുണ്ട് എന്തിനാ അത്ര സീറ്റ് കൊടുത്തത്. ജയിലിലുള്ള JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗ് മൊഖാമയിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരു വിവരം കൂടി വരുന്നു. അത് JDUവിന് നിതീഷ് കുമാറിന്റെ പ്രതിച്ഛായയ്ക്ക് അല്പം പോലും കളങ്കമേറ്റിട്ടില്ല എന്നാണ് ആദ്യഘട്ടത്തിലെ ഈ ഫലസൂചനകൾ തെളിയിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മുന്ന, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചച്ച, ഞങ്ങളുടെ പ്രിയപ്പെട്ട നിതീഷ് ജി ഇത്രയും അധികാരത്തിൽ തുടരുമെന്ന് സ്ത്രീകൾ പറഞ്ഞത് വെറുതെ ആയില്ല. 1.25 കോടി സ്ത്രീകൾക്കാണ് 10,000 രൂപ വീതം മാസം ഈ നിതീഷ് കുമാറിന്റെ സർക്കാർ ഇട്ടുകൊടുത്തിരിക്കുന്നത്. അതൊരു വലിയ വോട്ട് ആയിട്ട് മാറുന്നു, വോട്ട് സാധ്യതയായിട്ട് മാറുന്നു. അഴിമതിയുടെ കളങ്കമില്ലാത്ത നിതീഷ് കുമാർ ഇപ്പൊ 56-48 BJP. നോക്കൂ, ഇതാണ് ഒരു ടീമിന്റെ 2 പ്രകടനങ്ങൾ നോക്കൂ. NDA 49, NDA BJPയും JDUവും ഒപ്പത്തിനൊപ്പം പ്രകടനം നടത്തുമ്പോൾ മറുഭാഗത്ത് മഹാഗഠബന്ധനിൽ 49-5 എന്ന നിലയിലാണ് കാര്യങ്ങൾ. തേജസ്വിക്ക് ഒരു നല്ല പങ്കാളി ഉണ്ടായിരുന്നെങ്കിൽ, തേജസ്വിയുടെ കൂട്ടുകാരൻ നന്നായിരുന്നെങ്കിൽ എന്ന് RJDയുടെ വോട്ടർമാർക്ക് തോന്നുന്ന ജൻസുരാജ് പാർട്ടി പോലും 5 എടുത്ത് നിൽക്കുന്നു. അതായത് പ്രശാന്ത് കിഷോറിന് ജൻസുരാജിന്റെ അതേ പ്രകടനമേ കോൺഗ്രസിന് ആവർത്തിക്കാൻ കഴിയുന്നു. 2 പാർട്ടികളുടെയും പാരമ്പര്യം എത്ര വർഷങ്ങളായി ഉണ്ട്. അതുകൂടി മാത്രമല്ല പ്രകടനം ജൻസുരാജ് ഇപ്പോൾ ലോഞ്ച് ചെയ്ത BJP 56 ഇടങ്ങളിലേക്ക് ലീഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 105 NDA ലീഡ് വർദ്ധിപ്പിക്കുകയാണ്. രാഘോപൂരിൽ തേജസ്വിക്ക് ലീഡുണ്ട്. അലിനഗറിൽ BJPയുടെ മൈഥിലി ഠാക്കൂറിന് 70 ഇടത്തിലേക്ക് ഇന്ത്യ സഖ്യം മഹാഗഠബന്ധൻ 70 ഇടത്തിലേക്ക് വരുന്നു. ഒരു 30 സീറ്റിന്റെ വ്യത്യാസം. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ 130-100 എന്ന നിലയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ മാറിയേക്കാം. എക്സിറ്റ് പോൾ ഏകദേശം ശരിയായി വരുന്നു. എക്സിറ്റ് പോളുകളിൽ ഒരു കൃത്യത വരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 130, 105 അല്ലെങ്കിൽ 140, 110 56-47 BJP, 56 JDU, 47 മെച്ചപ്പെടുത്തുന്നു JDU. കോൺഗ്രസിന്റെ പ്രകടനം കൂടി മെച്ചമായിരുന്നെങ്കിൽ ഒരു മികച്ച പോരാട്ടം പോരാട്ടത്തിൽ ഒരു കോൺഗ്രസ് കൂടി ഉണ്ട്. തേജസ്വി യാദവിന്റെ പ്രകടനത്തിലാണ്, ഒറ്റയാൾ പോരാട്ടത്തിലാണ് മഹാഗഠബന്ധൻ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തേജസ്വി യാദവിന്റെ പ്രകടനം പ്രേക്ഷകർക്ക് കാണാം. ഇതിൽ വേർതിരിച്ചു തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. 56-47 NDAയിലെ 2 കക്ഷികളുടെ പ്രകടനം. എന്നാൽ മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ, മഹാഗഠബന്ധനിലേക്ക് വരുന്ന സമയത്ത് 49. വേറൊരു കൗതുകകരമായ കാര്യം കൂടിയുണ്ട്. മഹുവയിൽ തേജ് പ്രതാപ് യാദവ്, അതായത് തേജസ്വിക്കെതിരെ നിൽക്കുകയാണ്. അതായത് മഹാഗഠബന്ധനെതിരെ നിൽക്കുന്ന മഹുവ തേജ് പ്രതാപ് യാദവ് മുന്നിലാണ്. അപ്പൊ 2 മക്കളും മുന്നിലാണ്. തേജ് പ്രതാപ് യാദവും തേജസ്വി യാദവും മുന്നിലാണ്. തേജ് പ്രതാപുമായിട്ട് BJP നല്ല ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ആവശ്യമില്ല. സുരക്ഷ കൊടുത്തിട്ടുണ്ട്. ലീഡിലേക്ക് കുതിക്കുകയാണ്. NDA ലീഡിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 105 ഇടങ്ങളിലാണ് NDA ലീഡ് ചെയ്യുന്നത്. 122 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് ആരോ അവരാണ് പട്ന ഭരിക്കാൻ പോകുന്നത്, ബീഹാർ ഭരിക്കാൻ പോകുന്നത്. ഏറെക്കുറെ അക്കാര്യത്തിൽ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് വെറും 17 സീറ്റിന്റെ അകലം മാത്രമേ ഉള്ളൂ. 43 മണ്ഡലങ്ങളിൽ 105 ഇടങ്ങളിൽ NDA സഖ്യം ലീഡ് ചെയ്യുമ്പോൾ 76 ഇടങ്ങളിലാണ് കോൺഗ്രസിന്റെ സഖ്യമുള്ളത്. നിലവിൽ പ്രേക്ഷകർ ടൈറ്റ് ഫൈറ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ടൈറ്റ് ഫൈറ്റ് ഇല്ല എന്നുള്ളതിന്. പക്ഷേ RJD 67 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ കോൺഗ്രസ് ഇനിയുള്ള റൗണ്ടുകളിൽ മുന്നേറിയാൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക്. അതെ, കോൺഗ്രസിന്റെ പെർഫോമൻസ് ഒന്ന് നില മെച്ചപ്പെടുത്തുകയാണ്. RJDക്ക് ഒരു പിന്തുണ കൊടുത്തു. വളരെ സാവധാനം. കാരണം നിലവിൽ ഇപ്പോൾ 21 സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മഹാസഖ്യം മഹാസഖ്യം കയറുന്നു. മഹാഗഠബന്ധൻ കയറുന്നു. 180. മഹാഗഠബന്ധനിൽ വീണ്ടും ചലനമുണ്ടാവുന്നു. നോക്കൂ, 6കളും 4കളുമായി കളം നിറയുന്നു. തേജസ്വിക്ക് ഇരട്ടി തേജസ് വർദ്ധിക്കുന്നു. ഒറ്റയ്ക്ക് വഴിവിട്ടുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് വഴിവിട്ടുകയാണ് തേജസ്വി. അതും നോക്കൂ, 73 ഇടങ്ങളിലാണ് തേജസ്വി യാദവ്. തേജസ്വി കമോണ്ട എന്ന് പറയണം. പക്ഷെ തേജസ്വി ഒറ്റയ്ക്ക് എന്തൊരു നിരാശ ഉണ്ടാക്കുന്ന വിജയമായിരിക്കുമല്ലോ അത്.
ഇനിയിപ്പോൾ കടുത്ത മത്സരത്തിലേക്ക് പോകുന്നതിന്റെ സൂചനയാണ് വരുന്നത്. പക്ഷെ 180 എന്ന് പറഞ്ഞത് നല്ല പോരാട്ടം തന്നെയാണ്. ആദ്യഘട്ടത്തിലെ NDAയുടെ സാധ്യതയേക്കാൾ മഹാഗഠബന്ധൻ തിരിച്ചുവരവിന്റെ ഒരു സൂചന കാണിക്കുന്നു. ഇവിടെ തിരിച്ചടി NDAക്ക് ഉണ്ടാക്കുന്നത് LJP പിന്നിൽ പോകുന്നു. NDA ഒന്ന് കുറയുമ്പോൾ മഹാഗഠബന്ധൻ 181 വീണ്ടും മഹാഗഠബന്ധൻ നേരിയ ചലനമുണ്ടാവുന്നു. തേജസ്വിയുടെ തിരിച്ചുവരവിലേക്ക് കാര്യങ്ങൾ പോകുന്നു. NDA 100 81 ഇടങ്ങളിൽ രാഹുൽ തേജസ്വി, 100 ഇടങ്ങളിൽ മോദി നിതീഷ്. ഇതാ മഹാഗഠബന്ധന്റെ തിരിച്ചുവരവിന്റെ സൂചനകളാണ് കാണുന്നത്. വീണ്ടും മഹാഗഠബന്ധൻ മികച്ച പെർഫോമൻസ്. അതിൽ പ്രേക്ഷകർ അറിയണം, RJD 74 ഇടങ്ങളിൽ, NDA 98 താണു, മഹാഗഠബന്ധൻ 79 ഉയർന്നു. മഹാഗഠബന്ധൻ ഒരു കടുത്ത പോരാട്ടത്തിന്റെ സൂചനകളാണ് ഇപ്പോൾ യഥാർത്ഥ ഫലം വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യത്തെ റൗണ്ട് ആയതേ ഉള്ളൂ.